എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പിസയിലേക്കും പാസ്തയിലേക്കും ഒക്കെ ഉണ്ടാക്കുന്ന സോസ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോസിനേക്കാൾ എത്രയോ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് തക്കാളിയാണ്, നല്ല കളറുള്ള പഴുത്ത തക്കാളി തന്നെ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാനിവിടെ ഒരു 7 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ആവശ്യമുള്ളത്. ഒരു 16 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിലൊരു 6 7 അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അപ്പം എല്ലാം ഒന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 7 അതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് സീഡ്സ് കളയാതെ ഇങ്ങനെ ഇടുന്നത്. എല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. ഒരു ബൾബ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 3 മീഡിയം സൈസിലുള്ള സവാളയാണ്, അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയമാവും. അതുകൊണ്ട് 1 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു 4 വിസിൽ വരുന്നത് വരെ നമ്മളിത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെന്തതിന് ശേഷം ഇങ്ങനെ കിട്ടുക കേട്ടോ. ഇനി നമ്മൾ ഈ തക്കാളി ഒന്നും പെട്ടെന്ന് ഉടയ്ക്കരുത്. അതിൽ നിന്ന് അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. തൊലിയൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണം, തക്കാളിയുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അത് കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കളറുള്ള തക്കാളിയാണെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിയുന്നതും ഇങ്ങനത്തെ തക്കാളി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ആയിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ സിമ്മിലിട്ട് വെച്ചാൽ മതി. സ്ഥിരമായിട്ട് കൈവെക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും നോൺ സ്റ്റിക്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി സേഫായിരിക്കും, അടിക്ക് പിടിക്കാതൊക്കെ ഇരിക്കും. നമുക്ക് വേറെ നമ്മുടെ മറ്റു പണികൾ, പിസ്സ ഉണ്ടാക്കുകയാണെങ്കിൽ പിസ്സേൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം, പാസ്ത ആണെങ്കിൽ പാസ്തേൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ സമയത്ത് കുറച്ച് സമയം എടുക്കും, എന്നാലും അധികം സമയമൊന്നും ആവില്ല കേട്ടോ. പക്ഷേ ഇത് നമ്മൾ മൂടി വെക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് തുള്ളിയിട്ട് എല്ലായിടത്തേക്കും, സ്റ്റൗവിലും എല്ലായിടത്തേക്കും ആവും. അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലേക്കും മുഖത്തേക്കൊക്കെ അത് തെറിക്കും. ഇപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളുടെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ അത് 2 ഗ്യാപ്പ് വരും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ആണ് ചേർക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് കുറക്കാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. എന്നാലേ പിസ്സയ്ക്കൊക്കെ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ, പാസ്തയിലേക്കും ഒക്കെ. ഇത് പാസ്തയിലേക്ക് ഇടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ആവശ്യം ഉണ്ടാകുമ്പോൾ പുറത്തെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. ഈ സമയത്തൊക്കെ എൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഫ്രീസറിലൊക്കെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ പറയുന്ന സമയമൊന്നും വേണ്ട